എൻ്റെ പേര് അസ്മിന. ഈ താങ്ക്സ് പറയാനുള്ളത് മെഡ്വെഞ്ചർ ടീമിനോടാണ്. എസ്പെഷ്യലി ആൻഡ്രോ സാറിൻ്റെ ക്ലാസ്. സാറിൻ്റെ ക്ലാസ് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ എൻ്റെ മെൻറ്ററായിട്ടുള്ള മരിയ മാമിനോടും. മാം എനിക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അപ്പം തന്നെ ക്ലിയർ ചെയ്ത് തന്നിരുന്നു. പിന്നെ എനിക്ക് താങ്ക്സ് പറയാനുള്ളത് അബ്രാം സാറിൻ്റെ അടുത്താണ്. സാറ് എൻ്റെ മെൻറ്ററായിട്ട് എക്സാമിൻ്റെ തലേന്നാണ് ജോയിൻ ചെയ്തതെങ്കിൽ കൂടിയും എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് എക്സാം പ്രിപ്പയർ ചെയ്യാൻ തന്നിട്ടുള്ളത്. ഒരുപാട് സപ്പോർട്ട് ചെയ്തു എക്സാമിന് മുൻപ് വരെയും സാറ്. എക്സാം കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോഴും ഞാൻ ടെൻഷനായിട്ട് സാറിനെ വിളിച്ചപ്പോഴും സാർ എനിക്ക് മെൻ്റലി ഒരുപാട് സപ്പോർട്ട് തന്നിട്ടുണ്ട്. എൻ്റെ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓക്കെ ആയിരുന്നു. പിന്നെ കേസ് സ്റ്റഡീസ് ആണ് കൂടുതലും ചോദിച്ചിരുന്നത്. മെഡിസിനൽ കെമിസ്ട്രിയിൽ നിന്നും കാൽക്കുലേഷനിൽ നിന്നും കൂടി ഒരു 15 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇമ്പോർട്ടൻറ്റ് ഫയൽസിൽ നിന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അധികം ആ ക്വസ്റ്റ്യൻസ് വായിച്ച് അങ്ങനെ സമയം കളയേണ്ടി വന്നില്ല. പിന്നെ എല്ലാവരും നന്നായിട്ട് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ എക്സാം എഴുതാൻ ശ്രദ്ധിക്കുക. ഞാൻ പഠിച്ച രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ബേസിക് ക്ലാസ്സസ് ഫുള്ള് കേട്ടു. ഓരോ ചാപ്റ്റർ എടുത്തിട്ട് ഞാൻ അത് ഫുള്ള് പഠിച്ചു. എന്നിട്ട് അതിൻ്റെയോടൊപ്പം തന്നെ ഞാൻ നോട്ട്സും പ്രിപ്പയർ ചെയ്ത് പോയി. ഷോർട്ട് നോട്ട് ഇങ്ങനെ എഴുതി പോയിട്ടുണ്ടായിരുന്നു. ക്ലാസിഫിക്കേഷൻ, അതുപോലെ ADR, യൂസസ്, മെക്കാനിസം ഓഫ് ആക്ഷൻ അങ്ങനെ എഴുതി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ADR ഒക്കെ ഒരേപോലുള്ളത് ഞാൻ അങ്ങനെ സെപ്പറേറ്റ് ആക്കി എഴുതി വെച്ച്. പിന്നെ കാൽക്കുലേഷൻസിൻ്റെ ഇക്വേഷന് അത് നമ്മൾ വേറെ ഒക്കെ എഴുതി വെച്ചാൽ നമുക്കതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇനി നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, ANS, CNS, CVS, എൻഡോക്രൈൻ, GIT, ആൻറ്റിബയോട്ടിക്സ് ഒക്കെ, അതിൻ്റെയെങ്കിലും എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എക്സാമിൻ്റെ ടൈമിൽ ഈ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് തന്ന മെറ്റീരിയൽ ഫുള്ള് നമുക്ക് വായിച്ചിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഈ ഷോർട്ട് നോട്ടാക്കി എഴുതുമ്പോഴത്തേക്ക് നമുക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും, പെട്ടെന്നൊന്ന് മറിച്ചിട്ട് പോവാൻ. പിന്നെ ഞാൻ ഇമ്പോർട്ടൻറ്റ് ഫയൽസ് ആണ് നോക്കിയത്. അത് നന്നായിട്ട് പഠിക്കുക. അതിനകത്തുനിന്ന് എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാവരും നന്നായിട്ട് നോക്കിയിട്ട് പോവുക. പിന്നെ പിന്നെ എനിക്ക് പറയാനുള്ളത് ഒരുപാട് ടെൻഷൻ അടിക്കരുത്. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ടെൻഷൻ അടിച്ചിട്ട് എനിക്ക് ഉറക്കമൊന്നും ഇല്ലായിരുന്നു. എൻ്റെ ഉറക്കമൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഹോസ്പിറ്റലിൽ വരെ പോകേണ്ട അവസ്ഥ വന്നു. അതുകൊണ്ട് ഇത്രയൊന്നും ടെൻഷൻ ആരും അടിക്കരുത്. പഠിച്ചു കഴിഞ്ഞാൽ മതി. അപ് ടു ഡേറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തായാലും പാസ്സാവാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് ടെൻഷനൊന്നും അടിക്കണ്ട. ബേസിക് ഉണ്ടായാൽ മതി, നമുക്ക് എല്ലാത്തിനും ആൻസർ ചെയ്യാൻ പറ്റും. അപ്പം ഇനി എക്സാം എഴുതാനുള്ളവരോട് എനിക്ക് പറയാനുള്ളത് ഇതൊക്കെയാണ്. ടൈം അഡ്ജസ്റ്റ് ചെയ്ത് എക്സാം എഴുതുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.